Welcome to NLP Sales Mastery. NLP എന്ന ശാഖ ഇന്ന് വളരെ വളർന്നിരിക്കുന്നു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ്. അതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം, ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ബിസിനസ്സിന് ഉപയോഗിക്കാം, സെയിൽസിന് ഉപയോഗിക്കാം, ഹീലിങ്ങിന് ഉപയോഗിക്കാം, കൗൺസിലിങ്ങിന് ഉപയോഗിക്കാം, ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ NLP എന്ന് പറയുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഓരോ കസ്റ്റമറും ചിന്തിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ കസ്റ്റമർ ചിന്തിക്കുന്ന രീതിയിൽ സെയിൽസ്മാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സെയിൽസ് നടക്കും, വളരെ പെട്ടെന്ന് സെയിൽസ് നടക്കും. കസ്റ്റമർ ഒരു വിഷ്വൽ ആളാണെങ്കിൽ ദൃശ്യ വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്, കാണിച്ചു കൊടുത്തുകൊണ്ട്, ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെയിൽസ് നടത്താം. ഓഡിറ്ററി കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾപ്പിക്കണം. കിനസ്തെറ്റിക് കസ്റ്റമർ ആണെങ്കിൽ അവരെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ, ടച്ച് ചെയ്യാൻ, ഫീൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫീലിംഗ് തോന്നുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയണം. ഓരോ കസ്റ്റമറും ചിന്തിക്കുന്ന വിവിധ രീതിയിലാണ്. 7 വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ചില പേഴ്സണാലിറ്റീസ് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചില പേഴ്സണാലിറ്റീസ് വളരെ ഹോസ്റ്റൈലായിരിക്കും, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കും. ചില ആൾക്കാർ വളരെ സംശയദൃഷ്ടിയോടുകൂടി പറയുന്നതിനൊന്നും മുഖവിലേക്ക് എടുക്കാതിരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ചിലർ ടു ദ പോയിൻ്റ്, മാറ്റർ ഓഫ് ഫാക്റ്റ് മാത്രമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിവിധ 7 പേഴ്സണാലിറ്റികൾക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് സെയിൽസ്മാൻ അറിഞ്ഞിരിക്കുന്നതോടുകൂടി ഓരോ കസ്റ്റമറേയും ആദ്യത്തെ 30 സെക്കൻഡിനകത്ത് തന്നെ അയാൾ ഏത് പേഴ്സണാലിറ്റിയാണ്, അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലേക്ക് സെയിൽസ്മാൻ സ്വിച്ച് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്നത് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പരിശീലന പരിപാടിയില്ല കസ്റ്റമറുടെ മനസ്സ് മാത്രമല്ല, പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, ഫീച്ചറും അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ കസ്റ്റമറുടെ ഏത് പെയിനാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ ഹിപ്നോട്ടിക് സെയിൽസ് എന്ന് പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കസ്റ്റമർക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് സന്ദേശങ്ങൾ അയക്കാനായിട്ട് സെയിൽസ്മാന് കഴിയണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കസ്റ്റമറോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ അവിടെ നിന്ന് അന്ന് വാങ്ങിച്ചില്ലെങ്കിലും അന്ന് അവിടെ നിന്ന് പോയാലും, അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അന്നത്തെ കഴിഞ്ഞ് വേറൊരു അപ്പോയിൻമെൻറ്റ് വന്നാലും ഈ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഈ സബ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ സെയിൽസ് പേഴ്സൺ അത് വളരെ പ്രിഡോമിനൻ്റ് ആയിട്ട് കിടക്കും. അതൊരു സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്തതുപോലെ ഉപബോധ മനസ്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ നീഡ്, നെസസിറ്റി അത് ഓരോ ദിവസം കഴിയുന്തോറും കസ്റ്റമറുടെ ആ വാണ്ട്, അതെനിക്കിപ്പോൾ തന്നെ അത് കിട്ടണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ച് വരത്തേ ഉള്ളൂ. മറ്റൊരു സെയിൽസ് രീതി എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ എങ്ങനെ എംപ്ലോയ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ആ കാറ് നമ്മളൊരു റോൾ മോഡലായിട്ട്, മാതൃകാപുരുഷനായിട്ട് കാണുന്ന ആൾ ഉപയോഗിക്കുന്നതോ, നമ്മുടെ ഒരു ഹീറോ ഉപയോഗിക്കുന്ന പോലുള്ളൊരു കാറ് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇമോഷൻസ് കൊണ്ട് അത് വാങ്ങാൻ തീരുമാനമെടുത്തിട്ട് ലോജിക്ക് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇമോഷൻസ് സെയിൽസിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക? വിവിധ പേഴ്സണാലിറ്റികളെ കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ഏതെല്ലാം ഇമോഷൻസാണ് ഒരു കസ്റ്റമർക്ക് കാര്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നിപ്പം ഈ ക്ലയൻസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പല സെയിൽസിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് 100 വിവിധ മെത്തേഡുകൾ, അത് ട്രഡീഷണൽ മുതൽ ഏറ്റവും അത്യന്താധുനികമായ ഹൈടെക് രീതികൾ ഉൾപ്പെടെ 100 വിവിധ മെത്തേഡുകൾ പ്രോസ്പെക്റ്റിങ്ങിന്, ആൾക്കാരെ കണ്ടെത്താനായിട്ട്, കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50 ക്ലോസിംഗ് മെത്തേഡ്സ്, ഒരു സെയിൽസ് ക്ലോസ് ചെയ്ത് എങ്ങനെ ഒരു കസ്റ്റമറെ കിട്ടിയാൽ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കാതെ എങ്ങനെ ക്ലോസ് ചെയ്യണം. 50 വിവിധ ക്ലോസിംഗ് മെത്തേഡ്സ്. അതിലേത് സെയിൽസ്മാനും ഒറ്റയിരിപ്പിൽ ഒരു 10-12 മെത്തേഡ്സ് എപ്പോഴും ഓർമ്മ വരും. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
ഒരു 10-12 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എത്ര വഴുതി പോകുന്ന കസ്റ്റമറെയും നമുക്ക് അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ നിമിഷം തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് കഴിയണം. അത് ഈ ഒരു പരിശീലന പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ പലപ്പോഴും കസ്റ്റമർ ഒരു ഒബ്ജക്ഷൻ 1, 2, 3, 4 ഒബ്ജക്ഷൻസ് ഇങ്ങോട്ട് അവതരിപ്പിക്കും. മിക്കവാറും സെയിൽസ് പീപ്പിൾ ഈ ഒബ്ജക്ഷൻസ് കാണുമ്പോൾ തനിക്കെതിരെ ഉള്ള ഒരു ആക്രമണമായിട്ടാണ്, ഡിനയലായിട്ടാണ്, റിജക്ഷനായിട്ടാണ്. ഈ പരിശീലന പരിപാടിക്ക് ശേഷം ഓരോ പാർട്ടിസിപ്പൻറ്റും ദേ വിൽ റിജക്റ്റ് ദ റിജക്ഷൻ. കസ്റ്റമർ നോ എന്ന് പറഞ്ഞാൽ സെയിൽസ് പേഴ്സൺ എടുക്കുന്നത് KNOW ആണ്. ദേ വാണ്ട് ടു നോ മോർ. അപ്പോൾ എന്തുകൊണ്ടാണ് നോ എന്ന് പറയാനുള്ള കാരണം, റീസൺ എന്താണ്, അതിലേക്ക് ചിന്തിച്ചിട്ട് ഒബ്ജക്ഷൻസ് ഓവർ റൂൾഡ് കൃത്യമായി നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കും. ഓരോ ഒബ്ജക്ഷനും സെയിൽസ്മാന് മുന്നേ തുറന്നു കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. കസ്റ്റമറുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാനായിട്ട്, പ്രത്യേകിച്ച് സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ ആക്സസ് ചെയ്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള തീരുമാനം അവിടെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിശീലന പരിപാടി അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് സ്വായത്തമാക്കിയിട്ടുള്ള ആളും അത് പഠിക്കാതെ സെയിൽസ് ചെയ്യുന്ന ആളുമായിട്ടുള്ള വ്യത്യാസം, നമ്മൾ നീന്തൽ അറിയത്തില്ലാത്ത ഒരാൾ നദിയിലേക്ക് എടുത്ത് ചാടിയ പോലെയാണ്. അതല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ഒരാൾ ഹൈവേയിലേക്ക് വണ്ടി കൊണ്ട് കയറിയത് പോലെയാണ്. പക്ഷേ ഈ ഒരു പരിശീലനത്തിന് ശേഷം വളരെ ഈസി ആയിട്ട് മറ്റു വാഹനങ്ങൾ പോകുന്ന പോലെ ഹൈവേയിലൂടെ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുന്നത് പോലെ ഈസി ആയിട്ട് സെയിൽസ് ജോബ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെയിൽസ്മാൻ്റെ 15, 20, 25% കപ്പാസിറ്റി പൊട്ടൻഷ്യൽ മാത്രമേ അയാൾ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ഈ NLP സെയിൽസ് മാസ്റ്ററി പരിശീലനത്തിന് ശേഷം അയാൾ മനസ്സിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 70, 80, 90% കപ്പാസിറ്റിയും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇൻകം 4 ഇരട്ടി, 5 ഇരട്ടി, 10 ഇരട്ടിയിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ NLP സെയിൽസ് മാസ്റ്ററി അല്ലെങ്കിൽ NLP ഉപയോഗിച്ചുള്ള സെയിൽസ് മെത്തേഡ് ഇന്ത്യയിലെ ഒരു പുതിയ വരവാണ്. അതേസമയം US, കാനഡയിൽ, UK ഇവിടെയൊക്കെ ഓൾറെഡി തന്നെ ഈ NLP സെയിൽസ് രീതികൾ, മെത്തേഡുകൾ അത് ഈവൻ പരസ്യത്തിൽ പോലും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സെയിൽസ് മേഖലയിലെ ഒരു നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ആളിന് ഈവൻ ഗൾഫിലാണേലും കാനഡയിലാണേലും മറ്റ് പല രാജ്യങ്ങളിലാണേലും ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോടൊപ്പം അതിൽ സബ്ജക്റ്റിൽ ഉൾപ്പെട്ട 4-5 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കസ്റ്റമറുടെ സൈക്കോളജി എന്താണ്, കസ്റ്റമറുടെ പേഴ്സണാലിറ്റി എന്താണ്, എങ്ങനെയാണ് ഇമോഷൻസ് ഉപയോഗിച്ച് സെല് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റമറുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ബൈയിങ് ഐഡിയ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, ഒരു ബെനിഫിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ ഒരു സെയിൽസ് പൊസിഷൻ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് MBA ഇൻ മാർക്കറ്റിംഗ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോർമൽ കോഴ്സിന് പുറമെ ഈ കോഴ്സും കൂടി ചെയ്യുക വഴി അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ്, സാധ്യത, അവസരങ്ങളുടെ ഒരു വലിയൊരു പ്രവാഹം തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകാം. ഈ 3 ദിവസത്തെ NLP സെയിൽസ് മാസ്റ്ററി പരിശീലനം മൾട്ടി സെൻസറി ആക്സിലറേറ്റഡ് ലേണിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ 3 മാസം നമ്മളൊരു ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഒന്നിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് ടെക്നോളജിയുടെ സഹായത്തോട് എടുക്കുന്ന ഈ ഒരു ഹൈടെക് ക്ലാസ്സിൽ 3 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിയും. തന്നെയുമല്ല, പഠിച്ച കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുകയും ചെയ്യും. അതിനെല്ലാം ഉപരിയായി ഈ പഠിപ്പിക്കുന്ന എന്തൊക്കെ അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്ന എല്ലാ മേഖലയിലും വളരെ സമീകൃതമായി കോഴ്സ് മെറ്റീരിയലും കോഴ്സ് കിറ്റും, അതോടൊപ്പം തന്നെ ഈവൻ ക്ലയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ പെട്ടെന്നൊന്ന് റെഡി റെക്കൻഡർ പോലെ പോക്കറ്റിൽ നോക്കി എടുക്കാനായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട്, വളരെ കളർഫുള്ളായിട്ട് അതുപോലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു
പരിശീലനം വഴി ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കഴിവായിരിക്കും ഈ സെയിൽസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർജിക്കാൻ കഴിയുക. ഓൾ ദ ബെസ്റ്റ്.